നമസ്കാരം. ഫോർത്ത് കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഒരു വർഷവും 2 മാസവും പിന്നിടുന്നു ഗാസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി ആരംഭിച്ചിട്ട്. വളരെ വലിയ രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളാണ് നെതന്യാഹു ഭരണകൂടം ഇപ്പോഴും അഴിച്ചുവിടുന്നത്. കണ്ണില്ലാ ക്രൂരതയ്ക്ക് ഒരു അറുതി എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോക രാജ്യങ്ങൾ. പൈശാചികമായ കുറ്റകൃത്യങ്ങൾ സാധാരണക്കാർക്ക് മേൽ അഴിച്ചുവിടുമ്പോഴും കനത്ത തിരിച്ചടി ഇസ്രായേലിന് ലഭിക്കുന്നുമുണ്ട്. الاحتلال يستهدف أحد خيام النازحين في موصل خانون جنوب قطاع غزة. لا حول ولا قوة إلا بالله. الاحتلال يستهدف أحد خيام النازحين في موصل خانون جنوب قطاع غزة. لا حول ولا قوة إلا بالله. പക്ഷേ അതൊക്കെ പുറത്തുവിടാതെ കുഴിച്ചുമൂടുകയാണ് ഭരണകൂടം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. തങ്ങൾക്ക് ഏൽക്കുന്ന തിരിച്ചടി പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും നെതന്യാഹു ചെയ്യുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും ചിലതൊക്കെ മറനീക്കി പുറത്തു വരുന്നുമുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ ഇസ്രായേലിന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ഹമാസ് ആക്രമണത്തിൽ 3 ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വടക്കൻ ഗാസ മുനമ്പിൽ നടന്ന ആക്രമണത്തിലാണ് 3 ഇസ്രായേൽ സൈനികരെ കൂടി ഹമാസ് വധിച്ചത്. ക്യാപ്റ്റൻ ഇലായ് ഗാബ്രിയേൽ അദേഗ്ഗി, സ്റ്റാഫ് സർജൻ നഥേനൽ പെസാഷ്, ഫസ്റ്റ് ക്യാറ്റ് റിസ, സർജൻ ഹിലേൽ ഡെയ്നർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കെഫിർ ബ്രിഗേഡിന്റെ ഷിംഷൻ ബറ്റാലിയനിലെ അംഗങ്ങളായിരുന്നു ഇവർ. ബൈത്ത് ഹനൂൻ പ്രദേശത്ത് നടന്ന സ്ഫോടക വസ്തു ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് IDF അറിയിച്ചു. ഇതോടെ ഗാസയിൽ ഒക്ടോബർ 7 ശേഷം ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം 351 മാറി. തിങ്കളാഴ്ച 3 ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തുകയും വടക്കൻ ഗാസ മുനമ്പിലെ ബൈത്ത് ലാഹിയയിലെ ഒരു വീട്ടിൽ ഇസ്രായേൽ സേനയുടെ പിടിയിലായിരുന്ന ഫലസ്തീനികളെ രക്ഷിക്കുകയും ചെയ്തതായി ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു. ഇസ്രായേൽ സൈനികരുടെ ആയുധങ്ങൾ ഹമാസ് പിടിച്ചെടുക്കുകയും ബന്ദികളാക്കിയ നിരവധി ഫലസ്തീനികളെ മോചിപ്പിക്കുകയും ചെയ്തതായും അൽ ഖസാം ബ്രിഗേഡ് കൂട്ടിച്ചേർത്തു. അതേസമയം ഗാസ സിറ്റിയിൽ ഞായറാഴ്ച നടന്ന വ്യോമാക്രമണത്തിൽ
ഹമാസിന്റെ ജനറൽ സുരക്ഷാ സേനയിലെ മുതിർന്ന അംഗം കൊല്ലപ്പെട്ടതായും IDF അവകാശപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സെൻട്രൽ ഗാസ മുനമ്പിലെ നിസാരത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 50-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള മീഡിയ ഓഫീസ് അറിയിച്ചു. ഈ മാസം 16-ന് തെക്കൻ ഗാസയിൽ കെട്ടിടം തകർന്ന് 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. റിസർവ് മേജർ മോഷിക്കോ റോസൻവാൾ ആണ് കൊല്ലപ്പെട്ടവരിൽ ഒരാളെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. റാഫേൽ നടന്ന സംഭവത്തിൽ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ ഭാഗമായി തകർന്ന കെട്ടിടം നിലംപതിക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. നവംബർ 11-ന് വടക്കൻ ഗാസയിലെ ജബാലിയയിൽ ഹമാസ് ആക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. 20-21 വയസ്സ് പ്രായമുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത്. അത്തരത്തിൽ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതൊക്കെ മറച്ചുവെച്ച് യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ് നെതന്യാഹു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.